ഷിയാസ്കിക്ക് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം താമര കേരളത്തിൽ മൊത്തം വിരിയും എന്ന്. കുളത്തിൽ വിരിയും, കേരളത്തിൽ വിരിയും. അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറി. എല്ലാവർക്കും നമസ്കാരം. അനുമോൾ ഇപ്പോൾ എയറിലാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു വേട്ടവാളിയും വധൂരി കാരണമാണ് ഷിയാസ് കരീം. അതിന് പുറമെ അനുമോൾ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ്, ഒരു പോസ്റ്റ് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം. വേനൽക്കാലമാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ താമര വിരിയില്ല എന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ക്ലാപ്പ് ഔട്ട് ഷോ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്ന സമയത്ത് 145 ലൈക്ക്, 336 കമൻസ് ആണ്. ഈ 336 കമൻസിൽ നിങ്ങൾ ഒരു 99.9% കമൻസും വായിച്ചു നോക്കണം. ഫുള്ള് അനുമോൾക്ക് എതിരാണ്. എതിരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എതിരൊന്നുമല്ല, പച്ചത്തെറി വിളി, പച്ച അപരാധമാണ് അനുമോളെ വിളിക്കുന്നത്. ഈ ഒരു പേജ് ഒരു ഫേക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിനെ തുടർന്നിട്ട്, കാരണം ഞാൻ അനുമോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരിടത്തും കണ്ടിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരു കടുവക്കടക്കാടി മോനുണ്ട്. താരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിയാസ് കരീമാണ്. അതിലോട്ട് വരാം. എന്താണ് ഇതിന്റെ റീസൺ, എങ്ങനെയാണ് ഈ ഒരു സംഭവം ഔട്ടായത്, എന്താണ് ഇതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ അനുമോള് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് ഈ സംഭവം പ്രചാരണത്തിൽ വരുന്നത്. വേനൽക്കാലമാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ താമര വിരിയില്ല എന്ന് അനുമോള് പറഞ്ഞു. അതായത് ഇത് BJP-യുമായിട്ട് കണക്ട് ചെയ്ത് താമരയുമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് വേറൊന്നുമല്ല, ഇലക്ഷനിൽ BJP-ക്കാരുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന സമയത്ത് ഷിയാസ് ആണ് സംഭവം ഈ വെടല വർത്തമാനം പറയുന്നത്. പക്ഷെ കേരളത്തിൽ താമര വിരിയില്ല എന്നുള്ള രീതിയിൽ അനുമോള് പറഞ്ഞു എന്നും BJP-ക്കാർക്ക് എതിരെ അനുമോള് സംസാരിച്ചു എന്നുള്ള സാധനം വരുത്തി തീർക്കുകയാണ് ഈ പേജ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തായാലും ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഒന്ന് കൊടുക്കാം. ഷിയാസിന്റെ കേറുമ്പോൾ വിരിയും, പോടി നിന്റെ വല്ലതും വിരിയുമോ, വിളഞ്ഞതിലേക്ക് തേവല്ലേ മോളെ, ഓൾറെഡി വിരിഞ്ഞതല്ലേ, ഷിയാസിന്റെ മുന്നിൽ വിരിയിച്ചു കൊടുത്താൽ മതി എന്ന് ഹോളോബ്രിസ് ഫേസ് ഉള്ള ഒരുത്തി. റിയാസിന്റെ കൂട്ടു ഈ താമരയെ ഉണ്ടാക്കാൻ വരണ്ട കേട്ടോടി പൂ, നിനക്ക് ഒരു മര്യാദ തന്നു ഇനിയില്ല, ആ എടുത്തു വച്ചോ, നീ വേസ്റ്റ്, നീ വിചാരിച്ചാലും നടക്കില്ല, നിന്റെ ഷിയാസ് വിചാരിച്ചാലും നടക്കില്ല. ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ചൂടാണെങ്കിലും കേരളത്തിൽ താമര വിരിയുക തന്നെ ചെയ്യും. അനുമോളെ, നിന്റെ രാഷ്ട്രീയം ഏതായാലും കേരളത്തിൽ താമരകൾ വിരിയ, അത് നിനക്ക് മെയ് 4 കാണാം. അപ്പോൾ കരയരുത്. നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ. BJP-യുടെ മുകളിൽ കയറാതെ താമര വിരിയും, പക്ഷെ പലതും വാടാതെ നോക്കിക്കോ. കൂടെ നടക്കുന്നവന്റെ മുന്നിൽ വിരിയട്ടെ. നിന്റെ കരിയും കേറിയോ, പൊന്നാനി പോയിട്ട് വന്നാൽ വിരിയോ, അത് നിന്റെ കുടുംബ പാരമ്പര്യം. അനു, നിനക്ക് തെറ്റിപ്പോയി, നീ പോയി വേറെ പണി നോക്ക്. നിന്നെ എപ്പോഴും വിരിയും. വേനൽക്കാലത്ത് നിന്നെ അതുകൊണ്ട് വരണ്ടിരിക്കും, കുളത്തിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് താമര വിരിയും. പറയുന്നത് കേട്ടിട്ട് ചെറുതായിട്ട് വിരിഞ്ഞത് പോലെ തോന്നുന്നു. ഓരോ നാറിയുള്ള രാജീവണ്ണ പോടി ജിഹാദി. ഓ പിന്നെ നീയല്ലേ തീരുമാനിക്കുന്നത്, ഒന്ന് പോടി മോളെ, ഇവൾക്ക് പന്നിടപ്പാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞത് എന്റെ പൊന്നടാവെ ഫുള്ള് പൂര തെറിവിളിയാണ് അനുമോക്ക് കിട്ടുന്നത്. ഇങ്ങനൊരു ഫേക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിനെ തുടർന്നിട്ട്, അതായത് അനുമോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജ് വാദിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പേജിനെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വ്യാജ വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് തപ്പിയായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അനുമോൾ ഒരിടത്തും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വിട്ടതെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് BJP-ക്കാരെ തരം താഴ്ത്തി അനുമോൾ എന്നുള്ള രീതിയിൽ ഈ ഒരു ഫേക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിടുകയും അതിനെ തുടർന്നിട്ട് സൈബർ അറ്റാക്ക് അനുമോൾക്ക് കിട്ടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെല്ലാം പൂര തെറിവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി തെറിവിളിയാണ് കമന്റ് ബോക്സിൽ നടക്കുന്നത്. ഇവിടെ BJP പറഞ്ഞെന്ന് താമര വിരിയോടി മാറ്റാണ് തന്തയ്ക്കും തള്ളയ്ക്കും ഇവക്കും എല്ലാം വിളിക്കുന്നുണ്ട്. അമ്മാതിരി ലെവലിൽ ഒരു അപരാധി മക്കളാണ് ഈ പോസ്റ്റ് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. വളരെ മോശമാണ്. ഈ പേജിനെതിരെ അനുമോൾ കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സീരിയസ്ലി. ഇനി സംഭവം നമുക്ക് ഒരു അരുവേന്ന് നോക്കാം. ഏതോ ഒരു ഫംഗ്ഷന് ഇവർ ബൊഫേയിൽ നിന്ന് ഫുഡ് എടുക്കുന്ന സമയത്ത് ഈ വധൂരി ഷിയാസ് കരീമില്ലേ, അവനൊരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. കാണാം.
ഓക്കെ, ഈ ഒരു പോസ്റ്റാണ്. അതായത് ഇവൻ ബീഫ് എടുക്കാൻ പറയുന്നു, അനുമോള് പറയുന്നത് എടുക്കുന്നില്ല, കൊളസ്ട്രോൾ എന്ന എങ്ങാണ്ട് എന്തോ പറയുന്നുണ്ട്. അതിനെ തുടർന്നിട്ട് ഇവൻ ബീഫ് എന്ന് പറഞ്ഞുകൊണ്ട് BJP കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇവ എടുത്തിടുന്നുണ്ട്. ഇവനാണ് അവിടെ ആ വധൂരിത്തരം കാണിച്ചത്. ഞാൻ ഒന്നുകൂടി ആ വീഡിയോ കൊടുക്കാം, ക്ലിയർ ആയിട്ട് കേട്ടു നോക്ക്. ഡയറ്റ് ആയതുകൊണ്ടോ അതോ BJP ആയതുകൊണ്ടാണോ ഈ പറയുന്ന ബീഫ് കഴിക്കാത്തതെന്ന് പറഞ്ഞ് ഈ കഴിപ്പണം കെട്ടവൻ ഒരു ഡയലോഗ് കൊടുത്ത് അടിക്കുന്നുണ്ട്. നിനക്ക് വിവരം ബോധം പൊക്കണോ വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഷിയാസ് എന്ന് പറയുന്നവന് ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. തലച്ചോറെന്ന് പറയുന്ന സാധനത്തിന് പകരം അവന് കളിമണ്ണും ചാണകം കൂടി കുഴച്ച് മിക്സ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. അത്രയ്ക്കൊരു വിവരദോഷിയാണ് ഇവൻ. നമ്മൾ ഒരു പാർട്ടിക്കാരുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് വിമർശിക്കാം, എല്ലാം ചെയ്യാം. കാരണം മണ്ടത്തരങ്ങളും ഊളത്തരങ്ങളും ഈ പറയുന്ന ഇലക്ഷൻ സമയത്ത് പ്രചാരണത്തിനിടയിൽ ഈ അഖിൽമാരാറും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മറ്റേ വേറൊരുത്തുണ്ടായിരുന്നല്ലോ നടി, എല്ലാവരും കാണിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എടുത്തിട്ട് അലക്കി പൊങ്കാലിട്ട് ഊക്കി വിട്ടായിരുന്നു. പക്ഷേ ഇവിടെ അനുമോള് ബൊഫേയിൽ നിന്ന് ഫുഡ് എടുക്കാത്തതിന് നീ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിയെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. നമ്മൾ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുമ്പോൾ നീ അതുകൊണ്ടല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ അത് പറഞ്ഞ് പല രീതിയിലും കളിയാക്കാറുണ്ട്. ഓരോ പാർട്ടിക്കാരെയും നമ്മൾ ഓരോ രീതിയിൽ കളിയാക്കാറുണ്ട്. പക്ഷെ നിനക്കറിയാൻ ബോധമില്ലാത്തവനെ ഓൺലൈൻ മീഡിയാസ് അടക്കം നിൽക്കുകയാണ്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ക്യാപ്ചർ ചെയ്യും, ആ ബൈറ്റ് പുറത്തു വിടും, അതോടെ നീ മൂഞ്ചും. ആ ഒരു സാമാന്യ ചിന്താഗതി പോലും ഇല്ലാത്ത ഒരു വിടലായി പോയല്ലോടോ നീ എന്തോ വലിയ മാസാണ് ഉദ്ദേശിച്ചെങ്കിൽ നീ വെറും മൊണ്ണത്തനമാണ് കാണിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. അനുമോള് ബീഫ് എടുക്കുകയോ എടുക്കാതിരിക്കുക അത് വോട്ടവർ അവളുടെ ഇഷ്ടമാണ്. അല്ലാണ്ട് നീ അത് ഏടെ കയറിയിട്ട് നീ കൊണയടിക്കേണ്ട ഒരു കാര്യമില്ല. അവൾക്ക് വേണമെങ്കിൽ അവൾ കഴിക്കും, കൊളസ്ട്രോളോ ഡയറ്റോ എന്തോ വോട്ടവർ. നീ എന്ത് കീരവത്തിനാണ് ഇതിൻ്റെ ഇടയിൽ കയറി പട്ടി ഷോ കാണിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്ക് വിവരമില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഇനി ഇത് വേറൊരു മറ്റേ ന്യൂസ് ചാനൽ പോലത്തെ, അതായത് ഇംഗ്ലീഷിലൊക്കെ ഉള്ള സെറ്റപ്പിലുള്ള ന്യൂസ് ചാനൽ പോലത്തെ ചാനലുകളൊക്കെ ഈ സാധനം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് അവർ തന്നെ BJP-ക്കാർ തന്നെ ഇന്റർനാഷണൽ ആയിട്ട് ഇത് കത്തിക്കുന്നുണ്ട്. ഈ ഷിയാസ് കരീമിനെ അടിച്ച് ഏറി കയറ്റുന്നുണ്ട്. ഷിയാസ് കരീമിനെ ഏറി കയറ്റുന്നതിനോടൊപ്പം അനുമോള് ഏറി കയറി പോകുന്നുണ്ട്. അതാണ് ഇതിൽ വേറൊരു സത്യം. ഈ കഴിപ്പണം കെട്ടവൻ കാരണം അവർക്ക് കൂടി ചീത്തപ്പേര് കിട്ടും. ഞാൻ എന്തായാലും ടൈറ്റിൽ വായിക്കാം. ബിഗ് ബോസ് മലയാളം 7 വിന്നർ അനുമോൾ അനുക്കുട്ടി ഫോഴ്സ് ടു ഈറ്റ് ബീഫ് ബൈ റണ്ണർ അപ്പ് ഷിയാസ് കരീം. അതായത് ഈ ഒരു പോസ്റ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാസ് കരീം ഫോഴ്സ് ചെയ്തു, ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് അനുമോളെ ഫോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. സീരിയസിൽ ഫോഴ്സ് ചെയ്തിട്ടില്ല. ആ വീഡിയോ കാണുന്ന ആർക്കും അറിയാം അതൊരു തമാശ രീതിയിൽ ഷിയാസ് കരീം പറയുന്നതാണ്. പക്ഷെ ആ മൊണ്ണയ്ക്ക് എവിടെ എന്ത് പറയണമെന്നുള്ള ബോധമില്ല. ഓൺലൈൻ മീഡിയാസ് അടക്കം നിൽക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനത്തെ ഓരോരോ വളിപ്പുകൾ പറയാതിരിക്കുക. പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റിയിട്ടും കൂടിയുള്ള ഒരു ആക്ഷേപമാണ് അവിടെ ഷിയാസ് കരീം ഉന്നയിക്കുന്നത്. അത് എവിടെ എന്ത് പറയണമെന്നുള്ള സാമാന്യ ബോധം വിവരം പൊക്കണമില്ലാത്ത ഇവനെയൊക്കെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പൊട നാറി എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കാനേ പറ്റത്തുള്ളൂ. അത്രയ്ക്കേ ഉള്ളൂ ഇവൻ്റെയൊക്കെ ബുദ്ധി. അതിൻ്റെ വരും വരായെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ല, ഒരു ബോധമില്ലാത്ത ഒരു കഴിപ്പണം കെട്ടവനായി പോലോ ഷിയാസെ നീ എന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ഡയറ്റ് ആയതുകൊണ്ടോ BJP ആയതുകൊണ്ടോ? അവൾ ഡയറ്റ് എന്ന് പറയുന്നുണ്ട്. ഡയറ്റ് ആയതുകൊണ്ടോ BJP ആയതുകൊണ്ടാണോ ബീഫ് കഴിക്കാത്തത്? അതായത് BJP-ക്കാർ മൊത്തം ബീഫ് കഴിക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ടാണ് ഈ നാറി അടിച്ചു വയ്ക്കുന്നത്. നിന്നേടെ ആരടാ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു? ഇവിടെ എത്രയോ BJP-ക്കാർ ബീഫ് കഴിക്കുന്നുണ്ട്. എത്രയോ BJP-ക്കാർ കേരളത്തിൽ എത്രയോ പേര് കഴിക്കുന്നുണ്ട്. എടാ, ബീഫ് ഇഷ്ടമില്ലാത്ത അല്ലാത്ത ആൾക്കാരുണ്ട്, BJP-യിലൊന്നും അല്ലാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കട്ട BJP ആയിട്ടുള്ളൊരു പയ്യനുണ്ട്. അവൻ ബീഫ് കഴിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്തു പോയി കഴിക്കുന്ന സമയത്ത് ബീഫ് കഴിക്കാറുണ്ട്. പോത്ത്, ബീഫ് എല്ലാം കഴിക്കാറുണ്ട്. പന്നി എല്ലാം കഴിക്കാറുണ്ട്. ഞാൻ പന്നി കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. പേഴ്സണലി എനിക്കിഷ്ടമല്ല പന്നി. ഞാൻ അതുകൊണ്ട് കഴിക്കാറില്ല. ബീഫ് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ് ബീഫ്. ഞാൻ എവിടെ പോയാലും ആദ്യം ബീഫ് ഉണ്ടോ എന്നാണ് ചോദിക്കാറ്, ചിക്കൻ ഉണ്ടോ എന്നല്ല. എൻ്റെ ഫേവറേറ്റ് ആണ് ബീഫ്, കേട്ടാ. അതുകൊണ്ട് ബീഫ് കഴിക്കുന്ന കഴിക്കാത്തൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതുപോലും ചിന്തിക്കാനുള്ള വിവരമില്ല അവൻ. ഓക്കെ, അത് കളി തമാശയായിട്ട് എടുക്കാം. പക്ഷെ ഇതിനുശേഷം ഇവൻ പറയുന്ന മറ്റേ അടുത്ത പരിപാടി വർത്തമാനം കേൾക്കുമ്പോൾ ഇതൊന്നും കളി തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇവനൊരു മൊണ്ണയാണെന്ന് വീണ്ടും അവൻ തെളിയിച്ചു. ഓക്കെ, ഈ ഞാൻ പറഞ്ഞില്ല ഡെയിലി ബ്രൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇത് വലിയൊരു ന്യൂസ് ആക്കിയിട്ടുണ്ട്. ഷിയാസ് കരീം, എ മലയാളം TV സെലിബ്രിറ്റി
ഫോഴ്സിങ് എ ഹിന്ദു വുമൺ ടു ഈറ്റ് ബീഫ്. അതായത് ഇവരത് മതപരമായിട്ട് അടിച്ചു. ഷിയാസ് കരീം എന്ന് പറയുന്നത് മുസ്ലിം പേരാണ് അല്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ മുസ്ലിം ആണെന്നും എല്ലാവർക്കും അറിയാം. അപ്പൊ ഫോഴ്സിങ് എ ഹിന്ദു വുമൺ, അതായത് അവിടെ അനുമോളുടെ പേര് പറയുന്നില്ല, മതം എടുത്തിട്ടു. ഫോഴ്സിങ് എ ഹിന്ദു വുമൺ, അതായത് മുസ്ലിം യുവാവായ ഷിയാസ് കരീം ഒരു ഹിന്ദു യുവതിയായ ഒരു പെൺകുട്ടിയെ ബീഫ് തിന്നാനായിട്ട് ഫോഴ്സ് ചെയ്തു എന്നുള്ള രീതിയിലാക്കിയത്. വർഗീയത അടിച്ചു കയറ്റിയാണ് അവന്മാര്. ഹി ഷൗട്ടഡ് അറ്റ് ഹെർ, ഈറ്റ് നൗ ഈറ്റ്, അനു ഈറ്റ്. വെൻ ഷീ റിഫ്യൂസ്ഡ് ഹി ടേൺഡ് അഗ്രസീവ്, ആസ്ക്ഡ് ഇഫ് ഷീ വാസ് ഓൺ എ ഡയറ്റ് ഓർ എ BJP ഫോളോവർ എന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റിനെ പറ്റിയിട്ട് പറയുന്നത്. ഇവന്മാര് ഹിന്ദു വുമൺ ആക്കിയതന്നെ നൈസായിട്ട്. ഓക്കെ, ഇതാണ് ആ പേജ്. ഇന്ത്യസ് അൺഫിൽറ്റേർഡ് വോയിസസ് ഓൺ പൊളിറ്റിക്സ്, മീഡിയ ആൻഡ് കൾച്ചർ നീഡ് പ്രൊമോഷൻ കോളാബ് DMS ആർ ഓപ്പൺ. അതായത് ഇത് വർഗീയതയിലോട്ട് ഇവന്മാർ അടിച്ചു കയറ്റി വിടുകയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നൈസായിട്ട് വർഗീയതയിലോട്ട് കയറ്റി ഈ മതത്തിന്റെ പേരിലുള്ള സാധനം കയറ്റുന്നുണ്ട്. BJP പൊളിറ്റിക്കൽ വ്യൂ എല്ലാം കൂടി ഇടയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഹിന്ദു വുമൺ, മുസ്ലിം യുവാവ്, ഈ ഒരു സാധനത്തിലോട്ട്, ഈ ഒരു കോൺസെപ്റ്റിലോട്ട് ഇവന്മാർ നൈസായിട്ട് കയറ്റി വിടുകയാണ്. ഈ വിവരമില്ലാത്ത വല്ല ബോധം പൊക്കണോ അല്ലാണ്ട് വല്ലതും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷെ ഈ നാറി ഇതിന് ശേഷം ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ഒരൊറ്റ കാര്യം, ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരാണ് ഇവിടെ BJP. ആ തുടങ്ങി, അതിന്റെ വേളിൽ തന്നെ തുടങ്ങി. ആദ്യം നമുക്ക് വേണമെങ്കിൽ പറയാം, കോമഡിയിൽ നമ്മൾ സർക്കിളിൽ ഇരിക്കുമ്പോൾ പറയുന്ന പോലെ അവൻ പറഞ്ഞു പോയി എന്ന് പറയാം. പക്ഷെ ഇപ്പോ ഇവൻ മനപ്പുറം ഇന്റൻഷ്യലി വന്നിട്ട് BJP-ക്കാർക്കിട്ട് അടിച്ചും കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. ബീഫ് വീഡിയോ. എത്രയോ BJP-ക്കാർ ബീഫ് തിന്നുന്നുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ ചിലപ്പോൾ കളിയാക്കാറുണ്ട്, കാരണം പുറത്ത് അങ്ങോട്ട് നോർത്തിലോട്ടൊന്നും സീനാണല്ലോ ബീഫിന്റെ കേസ്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കാറുണ്ട്. പക്ഷെ അത് നമ്മളെ സർക്കിളിലാവാം, അതിനപ്പുറത്ത് അധികം അതിക്രമിച്ച് പോകരുത്. ഈ വിവരമില്ലാത്ത വിഡ്ഢി വന്നിരുന്ന് അടുത്ത് വിളിച്ച് പറയുന്നത് കേട്ട് നോക്കാം. ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു, അപ്പൊ അനുമോളും വെച്ചായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, ഈ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാതെ. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-ക്കാരാണ്. ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണ്. കൂട്ടുകാരുടെ ചോദിക്കുന്നത് നിന്റെ തന്തയുടെ അടുത്ത് ചോദിക്കുന്നത് പോലെ ബാക്കി നാട്ടുകാരുടെ ഇടയിൽ മൊത്തത്തിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പഞ്ഞിക്കിടും മോനെ. പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് നടക്ക്. വല്ല BJP-ക്കാരന്മാരും കയറി വെട്ടാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയാ നീ സേഫ്. അല്ലെങ്കിൽ നീ മൂഞ്ചിയെന്ന് അങ്ങ് കൂട്ടിയാൽ മതി. നിനക്കൊരു വെട്ടിൻ്റെ കുറവുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അമ്മാതിരി പോക്കത്തനാണ് വിളിച്ചു പറഞ്ഞത്. എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇല്ല കേട്ടോ. ഇനി പറയില്ല ഞാൻ BJP ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇല്ല. ഞാൻ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യാറില്ല. നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് ഈ പാർട്ടിപരമായിട്ട് എനിക്ക് വലിയ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ബാക്ക് തന്നെ എനിക്ക് അനുഭവങ്ങളും എനിക്ക് ഇവന്മാരുടെയൊക്കെ തനി ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് നിർത്തിയ പരിപാടിയാണ്. നിനക്ക് ഭയങ്കര വണ്ണാണ്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിനക്ക് വണ്ണം ഉണ്ടാക്കണം. മീഡിയക്കാരെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്, ആ ബോധം പോലും ഇല്ലാണ്ട് നിനക്ക് ഫണ്ണം ഉണ്ടാക്കണം. കൊള്ളാടാ, നിനക്ക് വിഷയമില്ല അല്ലേ? എവിടെന്നെങ്കിലും വെട്ട് കിട്ടുമ്പോൾ നിനക്ക് വിഷയമാവും. പന്നിയിറച്ചി ഞാൻ കഴിക്കത്തില്ല കേട്ടോ. എനിക്ക് പന്നിയിറച്ചി ഇഷ്ടമല്ല. ഞാൻ ഒരു തവണ എന്താ കഴിച്ചിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലൊരു മനപ്പുറട്ടുണ്ട്. ഇറച്ചി ഫുഡ് വയ്ക്കുന്നതൊക്കെ നല്ല സെറ്റാണ്, നല്ല ടേസ്റ്റാണ്, കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് പന്നി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനോട് ഒരു മനപ്പുറട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല. എൻ്റെ ഫേവറേറ്റ് ബീഫാണ്. ബീഫും ഭയങ്കര ബീഫ് കഴിപ്പാണ്. ബീഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉയറാണ്. മനസ്സിലായ സാറേ? നല്ല കപ്പയിട്ടിട്ട് പന്നി ഉലക്കി കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പഠിച്ച കിതാബിലത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കഴിച്ചാൽ എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനവും തിന്നാണ്. ആണോ? പിന്നെ നിന്റെ അച്ഛനെയും പിടിച്ച് ഞാൻ ഒന്നും പറയണില്ലട. എന്നെ കടിക്കാത്ത എല്ലാ സാധനത്തിനും ഞാൻ പിടിച്ച് തിന്നുന്നു. ഇവിടെ പോടാനത് ചുമ്മാ തള്ളി മറിക്കാതിരുന്നു. അവന്റെ തള്ളു കേട്ട് കഴിഞ്ഞാൽ അവൻ മറിച്ച് കളയുന്നു. ഖുറാനിലുള്ളത് കൊണ്ട് അവൻ കഴിക്കുന്നില്ല. അപ്പൊ നിന്റെ മതത്തിനെ നിന്റെ വിശ്വാസത്തിനെ നീ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അങ്ങനെയാണ് BJP-ക്കാർ അവരെന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അവർ ബീഫ് കഴിക്കാതിരിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അതും പ്രത്യേകിച്ച് കേരളത്തിലില്ല. ഇത് നോർത്തിലോട്ടൊക്കെ ഉള്ള വിഷയമാണിത്. അവിടെയാണ് പശു വിഷയവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇങ്ങോട്ടൊന്നും വിഷയമില്ല. പിന്നെ നമ്മൾ സർക്കിളിരിക്കും, നമ്മൾ കളിയാക്കാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതുപോലെ പോക്കറിത്തനം ഓൺലൈൻ മീഡിയാസ് മൊത്തം മീഡിയാസൊക്കെ നിൽക്കുമ്പോഴല്ല നീ ചെയ്യേണ്ട ഊളത്തനം. പിന്നെ നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ ബീഫ് കഴിക്കുന്നവരുണ്ടാവും, കഴിക്കാത്തവരുണ്ടാവും, ഓട്ടവാ. അതുപോലെ നീ പറയുന്നുണ്ട് മുസ്ലിം ആയതുകൊണ്ട് തന്നെ നിനക്ക് ഹറാം ആയതുകൊണ്ട് നീ പന്നിയിറച്ചി കഴിക്കുന്നില്ലെന്ന്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പണ്ട് പട്ടിയെ തൊടത്തില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട്, അത് പട്ടിയെ തൊടാൻ പാടില്ല, അതെന്തോ ഒരു പേരും പറയുന്നത്. ഈ ഹറാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ്.
പട്ടിയെ തൊടാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ മതത്തിന്റെ വിശ്വാസമാണ്. അത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം, അതിൽ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യേണ്ട റൈറ്റ്സ് ഇല്ല. അപ്പൊ BJP-ക്കാര് ബീഫ് കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കും. അത് ആരും ഇനിയിപ്പം അവരുടെ ഇഷ്ടത്തിന് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് ആരെയും കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ കഴിച്ചിട്ട് പോടെ, അല്ലാണ്ട് ബാക്കിയുള്ളവരെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കേണ്ട ഒരു ആവശ്യം നമുക്കൊന്നുമില്ല. നീ വിഡ്ഢിയാണോ പരമ വിഡ്ഢിയാണോ പോങ്ങനാണോ എന്നാണ് ഞാൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാലം വരും ഈ കേസ് ഉണ്ടാവും. അതായത് ആർക്കും പെണ്ണുങ്ങൾക്ക് ലോയില് ഇവന് വിവരമില്ലാത്തതാണ്. എന്താണ് ഇവന് പറ്റിയെന്താണ്? ഇടയ്ക്ക് അഖിൽമാരാറിനെ പോയി ചൊറിഞ്ഞ് അങ്ങേരെ വായിരിക്കുന്ന കേട്ട് ഇപ്പൊ പിന്നെ ഇലക്ഷൻ ടൈമിൽ അഖിൽമാരാർ ഏറിപ്പോയപ്പോ നിന്റെ ചൊറിയലയാറ്റ്. അല്ലാണ്ട് വിവരബോധം പൊക്കണമല്ലോ അവനൊന്നും. ഇതൊക്കെ ഏത് യൂണിവേഴ്സാണ്? ഇവനൊക്കെ എങ്ങനെയാ ബിഗ് ബോസിൽ പോയത്? ഈ ശരീരം മാത്രമേ ഉള്ളൂ. അയ്യോ, ഉള്ള കാലം വരെ ഈ കേസ് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിൽ ഓൾറെഡി നിലപാടായത് ഊളത്തന്നെ. എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞോളാം, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല, മാറ്റൂല, അത്രയും ജയിച്ചോ. അളിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ജയിന്തൊക്കെ വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശം? വന്ദേ മാതരം. ഇന്ത്യൻ, ഇത് എന്റെ ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ. നിന്റെ മാത്രോ? നിന്റെ മാത്രോ? അല്ലല്ല. അപ്പൊ നമ്മളാര് പുറം പോക്ക? ഇവിടെ പോടാ വധൂരി. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാത്, ഇനി എന്നെ സുഡാപ്പിയാക്കിയാലും കുഴപ്പമില്ല, എന്നെ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല. നിന്നെ കണ്ണാപ്പിയാക്കും. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ഹാപ്പി മൂമെന്റ്. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഓ, ആ ഒരു ശോഭ അവകളുടെ സൈഡിൽ നിന്നുള്ളൂ. നീ അവളെ ബ്രദറാണെന്ന് പറയുന്നതാണ് അവൾക്ക് നാണക്കേട്. കാരണം നീ ഒറ്റ എടുത്താൻ കാരണമാണ് ഇപ്പൊ അവളെ ഏറി കയറേണ്ട അവസ്ഥ വന്നത്. നിന്നെ പോലെ ഒരു കഴിപ്പണം കേട്ടാൻ കാരണം. ഇനി എത്ര വലിയ സംഘപരിവാറൊന്നും മതം വിഭജിക്കാൻ നോക്കിയാലും, ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. നീ മാറി ഇരിടെ വീട്ടിൽ പോയി കുഞ്ഞിരി, അതാണ് നിനക്ക് നല്ലത്. പിന്നെ പന്നിയിറച്ചി, പന്നിയിറച്ചി ഇല്ല വേവിക്കണം, നന്നായിട്ട് വേയാലും വേറെ ഉണ്ടാവും. വേറെ അത് എന്താ മാത്രമേ വില കൂടും. ഓക്കെ, പന്നിയിറച്ചിയുടെ കേസും പറഞ്ഞില്ല. ഇവൻ പന്നിയിറച്ചി കഴിക്കത്തില്ല. അങ്ങനെയാണ് നിനക്ക് കഴിച്ചുകൂടാടാ. നീ ബീഫ് കഴിക്കാത്തവരെ കുറ്റം പറയുന്നത് എന്തിനു? ഊളെ, നീ പന്നിയിറച്ചി കഴിക്കത്തുമില്ല, എന്നാൽ ബീഫ് കഴിക്കാത്തവരെ നീ കുറ്റവും പറയും. അങ്ങനെയാണ് നിനക്ക് എന്താ അന്തസ്സ് ഉണ്ടാ? നീ പറഞ്ഞു നിന്റെ മതത്തിലെ ഹറാമാണെന്ന്, ഏത് പന്നി, അതുകൊണ്ട് നീ കഴിക്കുന്നില്ലെന്ന്. അങ്ങനെയാണ് BJP-ക്കാർക്ക് അവർക്ക് താല്പര്യമില്ല കഴിക്കാനായിട്ട്. നിനക്കൊല്ലം ചെയ്യാണ്ട, നീ പോയി കേസ് കൊടുക്കും. പിന്നെ എടാ, നിന്റെ മതത്തിൽ ഹറാമായിട്ടുള്ള സാധനം നീ കഴിക്കുന്നില്ല, എന്നിട്ട് നീ തന്നെ പറയുന്നുണ്ട് അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, നീ നിന്നെ കഴിക്കാത്ത എന്തിനും പിടിച്ച് കഴിക്കുമെന്ന്. അങ്ങനെ നീ പറയുന്നുണ്ട്. അപ്പൊ നീ എന്ത് 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 വേട്ടവാളിയാണോ വധൂരി നീ? നീ തന്നെ പറയുന്നുണ്ട് എന്നെ കഴിക്കാത്ത എന്തിനും ഞാൻ കഴിക്കുമെന്ന്, പക്ഷെ എൻ്റെ മതത്തിൽ ഹറാമായതുകൊണ്ട് ഞാൻ പന്നിയെ കഴിക്കുന്നില്ലെന്ന്. ഇങ്ങനെ ഒരു വധൂരി തന്നെ. അങ്ങനെയാണെങ്കിൽ അവരുടെ പാർട്ടിപരമായിട്ട് അവരുടെ ആചാരപ്രകാരമായിട്ട് അവരും പശുവിനെ കഴിക്കുന്നില്ല. മനസ്സിലായോ? അവരുടെ മതത്തിന്റെ വിശ്വാസപ്രകാരം അവർ കഴിക്കുന്നില്ല. അത് ഇവിടെ നമ്മുടെ കേരളത്തിൽ വിഷയമൊന്നുമില്ല. കേരളത്തിൽ ബീഫിന്റെ വിഷയമൊന്നുമില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിലില്ല. എന്തായാലും എൻ്റെ BJP സുഹൃത്തുക്കളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള പൈമാർ തന്നെയാണ് ഈ പറയുന്ന ബീഫ് കഴിക്കുന്നത്. എൻ്റെ കൂടെ ഇരുന്ന് ബീഫ് കഴിക്കുന്നത് കേട്ടാ. എൻ്റെ പൊന്നു വധൂരി, ഇവിടെ വർഗീയത സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കിടന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വധൂരി വേട്ടവാളിയെ നീ ശ്രമിക്കരുത്. നിന്നെ കിണ്ടി എടുത്ത് നാട്ടുകാർ വെളിയേറി ഉള്ള കാര്യം പറയാമല്ലോ. ഇതാണ് മറ്റേ പോസ്റ്റായിരുന്നത്. വേനൽക്കാലമാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോസ്റ്റ്. ഓക്കെ, ഈ വധൂരിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞല്ലോ, വേനൽക്കാലമാണെങ്കിൽ ഇത്തവണ താമര കേരളത്തിൽ വിരിയില്ല എന്ന് പറഞ്ഞൊരു സാധനം. എന്നാൽ സത്യത്തിൽ ആ ഡയലോഗ് അടിച്ചത് ഈ ഷിയാസ് എന്ന് പറയുന്ന വധൂരിയാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഷിയാസ്ക്ക് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം താമര കേരളത്തിൽ മൊത്തം വിരിയും എന്ന്. അതുപോലെ ഷിയാസ്ക്ക ഇപ്പൊ റോബിനും അഖിൽമാരും അല്ലല്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അഖിൽമാരും ഇപ്പൊ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചാൻസ് ഷിയാസ്ക്ക് ചാൻസ് കിട്ടിയാൽ നിൽക്കുമോ? ഷിയാസ്ക്ക് ഒരു പ്രാവശ്യം ഇലക്ഷൻ നിൽക്കാൻ ഒരു ഓഫർ കിട്ടി കഴിഞ്ഞാൽ നിൽക്കുമോ? നിൽക്കൂല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടം. ജിമ്മിലുള്ള ഇലക്ഷൻ പറയാൻ ഞാൻ നിൽക്കാം. ഇങ്ങനെ ഒരു വധൂരി തന്നെ ഉണ്ടോ? ഏതാണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇവനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വേനൽക്കാലമാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ താമര വിരിയില്ല എന്ന് അനുമോള് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ അനുമോള് പറഞ്ഞതായിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഇവനാണ് അതുമായി സാമ്യമായി ബന്ധപ്പെട്ടിട്ട് ഈ വധൂരിയാണ് അങ്ങനത്തെ ഒരു സംഭവം വിളിച്ച് പറയുന്നത്.
ഇവന് വിവരമില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കുക. കാരണം ഇത്രയും കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന വേട്ടവാളിയന്മാരെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമൊന്നും ഇല്ല ബേസിക്കലി. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം, അതായത് അനുമോൾ ബീഫ് സെർവ് ചെയ്യുന്ന ഒരു വീഡിയോ. അതായത് അനുമോൾ തന്നെ കുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അവൾ കഴിക്കുകയോ കഴിക്കാതിരിക്കുക അത് അവളുടെ ഇഷ്ടം. മനസ്സിലായോ? കാണാം. അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറിയുമുണ്ട്. നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ തരാൻ ഇത്തിരി പാട്. ഫ്രൈ കൊറേ ഇവരെടുത്തോണ്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സാലഡ് എടുത്തോട്ടാ. അടുത്ത നെക്സ്റ്റ് അതിനെ പ്ലേറ്റ് എടുക്കും. തരുവോ അനുക്കുട്ടി ചേച്ചി? ഇങ്ങോട്ട് വരുന്നില്ല. എനിക്ക് കുറച്ചിരുന്ന ഫോൺ നോക്കടി. ഇത് എനിക്ക് ഫ്രൈ ആണ് കൂടുതൽ. അനുക്കുട്ടി ചേച്ചിയുടെ സ്നേഹമല്ലല്ലോ. എന്ത് അനുക്കുട്ടി അല്ല അനുക്കുട്ടി ചേച്ചി കുറച്ച് ടൈം പിന്നെടാ എവിടെ ഫ്രൈ നേരത്തെ എടുത്തോണ്ട് ഞാൻ കുറച്ച് തരും. കണ്ടല്ലോ, ഇതില് ബീഫ് കഴിക്കുന്നുണ്ട്. അവള് എന്നെ സെർവ് ചെയ്തിട്ട് അവള് കഴിക്കോ ഇല്ലേ എന്ന് അറിയത്തില്ല. എന്തായാലും കഴിച്ചു കാണും, മേ ബി. കഴിച്ചാലും ഇല്ലെങ്കിൽ അത് അവളുടെ ഇഷ്ടം. നമുക്കതിൽ റൈറ്റ്സ് ഒന്നുമില്ല പറയാൻ. അവൾക്ക് വേണമെങ്കിൽ അവൾ കഴിക്കും, അവൾക്ക് വേണ്ടെങ്കിൽ അവൾ കഴിക്കത്തില്ല. ഇനി ഇതിന്റെ ഇടയിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പഴയ കുത്തിത്തിരിപ്പ് ടീമുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും വള്ളികളാവാതെ ഇരിക്കട്ടെ. കൂടെ നിർത്തുന്ന സുഹൃത്തുക്കളെ അനുമോളൊന്ന് സൂക്ഷിക്കുക. അതുപോലെ ആ വധൂരി സിയാസ് കരീമിനെ കിണ്ടി എറിയുക. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവള് പറഞ്ഞത് ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയച്ചു തരാം. ഇനി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇമാതിരി പച്ച അവരാധ കമന്റിലൂടെ തെറി വിളിക്കുന്നത് വളരെ വളരെ അധികം മോശമാണ്. തന്തയില്ലായ്ക എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഇടണം.